ഹലോ, സ്കൂളിനും മദ്രസിനൊക്കെ ലീവ് കിട്ടിയപ്പോഴേ ഞങ്ങളൊന്ന് വിരുന്ന് പോവാണ് കേട്ടോ. ഇന്ന് പോണത് മാളിക്കൊന്നൊക്കെയല്ല കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട് അങ്ങാടിപ്പുറത്തേക്കാണ്. അപ്പം അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. അനിയത്തിയും മക്കളും ഇമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ പോവാൻ. ബസ്സിനാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പം അതിനാണ് ഈ കോട്ടാപ്പാടത്ത് വന്നത്. അനിയത്തി മാളിക്കുന്നേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മയും അനിയത്തിയും മാളിക്കുന്നിന്ന് വരുന്ന ബസ്സിന് കയറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോട്ടാപ്പാടത്ത് നിൽക്കണത്. എല്ലാവർക്കും ഒരേ ബസ്സിൽ പോകാൻ വേണ്ടി. അധികം ഞങ്ങൾ ബസ്സിൽ പോവാറില്ല കേട്ടോ. അനിയത്തിയുടെ ഹസ്ബൻഡ് കൊണ്ടാക്കി തരലാണ് കേട്ടോ ഞങ്ങളെ. ഇന്ന് എനിക്ക് ഒഴിവില്ലാത്തോട്ടാണ് ഞങ്ങൾ ബസ്സിൽ പോണത്. ഇന്ന് ഞങ്ങൾ കയറിയതോട്ടാണ് എന്താണ് അറിയില്ല കേട്ടോ. ബസ്സിലാണ് ഈ പുടുത്തം വിട്ട തിരക്കും. കുട്ടികളില്ലാത്തോട്ട് ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിട്ടോ. ഇഷിലൊക്കെ ബസ്സിൽ കയറിയൊക്കെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് സ്കൂൾ 10 ദിവസം പൂട്ടിയത് കൊണ്ടായി മദ്രസിന് 2 ദിവസം ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പോണത്. സ്കൂളിനും മദ്രസിനും ലീവ് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട് പോക്കെ. അല്ലാതൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി പോരാൻ നല്ലതെ പോവല്ലോ കേട്ടോ. അപ്പുറത്താണ് അങ്ങോട്ട് കിടക്ക്. നീ ആ വണ്ടിയിലുണ്ട് ഇങ്ങോട്ടൊന്നോ. ആകെ അതുള്ളൂ. നമ്മളെ ഇത് ഇവിടെ വന്നില്ലേ. ഇവിടെ ഇങ്ങനെ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയപ്പോൾ മക്കൾക്കൊക്കെ വെള്ളത്തിന് ദാഹിക്കാന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുടിക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒന്നും സീറ്റില്ല കേട്ടോ ഇരിക്കാൻ. അവിടെ എല്ലാ കടയിലും നല്ല തിരക്കായിരുന്നു കേട്ടോ. എവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങി ഞങ്ങളങ്ങനെ ഷെയർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്കുള്ള ബസ് കയറി പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങാടിപ്പുറത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ടേ ഓട്ടോ എടുത്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ വീട് കുറച്ചിങ്ങോട്ട് ഉള്ളിക്കാണ് കേട്ടോ. നടന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കിന് അമ്മായി നാരങ്ങളിലൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിരുന്നപ്പോഴേക്കിന് ഉമ്മാൻ്റെ അനിയത്തിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് കഴിക്കാനായിട്ട് അമ്മായി നല്ല ചിക്കൻ മന്തിയും ചിക്കൻ പൊരിച്ചതും ഒക്കെ വെച്ചിട്ടുണ്ടായി. ഉമ്മാൻ്റെ അനിയത്തി ഏട്ടത്തികളൊക്കെ അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവരിടക്കൊക്കെ വന്ന് പോണതാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴേലും കുട്ടികൾക്ക് സ്കൂളിലാത്തുമ്പോൾ അങ്ങനെ വെക്കേഷനൊക്കെ ടൈമിനാകുമ്പോൾ മാത്രമേ കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വരാറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും മണ്ടി വരും കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടേ പിന്നെ ഞങ്ങൾ എല്ലാവരും പാടെ കൂടി വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ അധികം വരുമ്പോഴും ഇവിടേക്ക് പോവലുണ്ട്. അപ്പം എല്ലാവരും പാടെ കൂടിയിട്ട് ഇറങ്ങിയതാണ്. ഉമ്മാൻ്റെ അനിയത്തിയുടെ കുട്ടിയും മാമൻ്റെ മോളും എല്ലാവരും ഉണ്ടായിരുന്നു. ആ പുല്ലുമ്മ തൊടണ്ട, കയ്യേ മുറിയുള്ളൂ. കയ്യമ്മ മുറിയാവും. ആ അല്ലേ ആദ്യമൊക്കെ ഈ കുളം കാണാൻ വേണ്ടിയിട്ടേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഇതിൽ വെള്ളമില്ല, ആകെ എന്തൊക്കെയോ പോലെ ആയിക്കണു.
അങ്ങോട്ട് ഇറങ്ങണോ? ചെരുപ്പ് കൊണ്ട് ചെരുപ്പ് ഇടാതെ ഇറങ്ങിയിരുന്നു നല്ലത്. അയ്യോ എടുക്കണ്ട. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ഉമ്മീറ്റ് ഇവിടുന്ന് ഈനാമ്പായ കറുത്ത് കഴിക്കായിരുന്നു കേട്ടോ. ഇത് ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു മരത്തമ്മ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു സാധനം. മാമന്റെ മോള് നന്നായി മൈലാഞ്ചിലിട്ടോ. അപ്പൊ രാത്രി ആയപ്പോഴേക്കേ മക്കള് മാമനെ കൊണ്ട് മൈലാഞ്ചിയൊക്കെ കൊണ്ടുവച്ചിട്ടേ മോളുവിന്റെ പിന്നാലെ നടക്കാൻ കേട്ടോ. മോള് പറഞ്ഞ മാമന്റെ മോളാണ്. അങ്ങനെ അവള് കുട്ടികൾക്കൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊക്കിനെ ഒരുപാട് വിരുന്നേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ഉമ്മാന്റെ വലിയ ആങ്ങളെയും കുട്ടികളും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മൂത്തന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് രണ്ടാങ്ങളാണ് കേട്ടോ. എല്ലാരും അവിടെ അടുത്ത് തന്നെയാണ്. ഇവര് വന്നിക്കണൊക്കെ ഞങ്ങള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ എല്ലാരും വന്നിക്കണത്. എന്താ ഇല്ല അടിപൊളി. അങ്ങനെ എല്ലാരും പാടെ കൂടിയപ്പോ കുറച്ചേരം നല്ല രസമായിരുന്നു. എല്ലാരും പാടെ കുടുംബത്തിന്റെ ഒരു രസമല്ലേ. ഓരോരുത്തർക്ക് ഓരോ വിശേഷങ്ങൾ പറയാനും ഫോണ് വിളിക്കും പറയുന്നല്ലാതെ നേരിട്ട് കാണുന്നത് എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള നേരിട്ട് കാണും. അങ്ങനെ എല്ലാരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ എല്ലാരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലൊക്കെ അവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ പോയത്. ഇനി അവർക്ക് ഞങ്ങൾ പോണീൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാലോ. ഇവിടെ ഞങ്ങൾ 2-3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 3 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അല്ലാതെ ഒരു ദിവസത്തെ ഒറ്റക്കുള്ള വീഡിയോ ഒന്നല്ല. അങ്ങനെ ഓരോരുത്തരുടെ പിന്നാലെ യാത്രയാക്കാൻ പോയിട്ടാണ് കേട്ടോ ഇവർ ഈ വണ്ടി വരുന്നത്. പിന്നെ ഞങ്ങൾ രാത്രി എല്ലാവരും പാട് കൂടിയിട്ടേ കള്ളനും പോലീസും കളിച്ചതാണ് കേട്ടത്. എല്ലാവരും കൂടിട്ടത് കളിക്കാൻ ഇമ്മയും അമ്മായി അമ്മാവനും അങ്ങനെ എല്ലാവരും പാടെ കൂടിയിരുന്ന് കളിച്ചതാണിത്. ഇവിടെ വന്നാൽ പിന്നെ ഫോണുമേന്നും അധികം ഇരിക്കൂല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചിട്ടും വർത്താനം പറഞ്ഞിട്ടും അങ്ങനെ ഇരിക്കും. എപ്പോഴെങ്കിലും 5-6 മാസം കൂടുമ്പോൾ വരുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഫോണും വരുന്ന ടൈം കളയുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് കാട്ടെ കൈയെടുക്ക. വിജയിച്ചു. ഇതൊക്കെ പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ള പിറ്റേ ദിവസം ഫുഡ് വെക്കണ വീഡിയോ ഒക്കെ കേട്ടോ. ഉച്ചക്ക് ഫുഡ് വെക്കാനായപ്പോഴേ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വ്യാഴാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഞങ്ങൾ ടൂർ പോയിട്ടുണ്ടായിരുന്നു. വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങൾ നിലമ്പൂർ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ തീവണ്ടിയിൽ കയറണമെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പോയതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും പാടെ കൂടിയിട്ട് പോവാന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച അതിന് പോയിട്ടുണ്ടായിരുന്നു. നിലമ്പൂർക്ക് പോയ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ. എല്ലാ വീഡിയോയും കൂടി ആകുമ്പോൾ നമ്മളെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുള്ളൂ. അതുകൊണ്ടാണ് അത് വേറെ വീഡിയോ ആക്കി ഇടാന്ന് കരുതിയത്. മസാല എന്തായി? എന്താ ബീഫൊക്കെ വന്നോ? അങ്ങനെ മാമന്റെ വീടിന്റെ അടുത്ത് തന്നെ വേറൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ മൂത്തമ്മാന്റെ വീടാണ് കേട്ടോ. രണ്ടും ഒരേ മുറ്റത്താണ്, തൊട്ടടുത്താണ്. പക്ഷെ എൻ്റെ മൂത്തമ്മ ഇതിൽ താമസമൊന്നുമില്ല കേട്ടോ. മൂത്തമ്മക്ക് ഇവിടെ സ്ഥലം കൊടുത്തപ്പോൾ അങ്ങനെ ഒരു വീട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലാരും താമസമൊന്നുമില്ല. ഞങ്ങൾ വന്നാൽ പിന്നെ വീടൊക്കെ തുറന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും കേട്ടോ.
ഇപ്പൊ ഞാൻ ഈ കയറി പോണതേ മൂത്തമ്മാന്റെ വീടിന്റെ ടെറസിക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ടേ മാമന്റെ വീട്ടിലൊരു പ്ലാവ് ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഇടിച്ചൊക്കെ ഉണ്ട്, ഉമ്മക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഇടിച്ചൊക്കെ ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇന്നെ പറഞ്ഞയച്ചിക്കാണ്. നിച്ചുകുട്ടി കടയിൽ പോയിട്ടാണ് വരുന്നത് മുട്ടായിയും വാങ്ങിയിട്ട്. ഇവനക്ക് തന്നെ ഇട്ട പരിപാടി, ഓരോരുത്തർ പൈസ കൊടുക്കും പീടിക്ക് പോവുക. ഇവനിവിടെ വന്നിട്ട് മെയിൻ പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. ഫുൾ ടൈം കടയിൽ പോവുക, മുട്ടായി വാങ്ങിക്കൊണ്ടിരിക. നോക്കട്ടെ എടുത്തു സിയാ ഓരോ വെറൈറ്റി മുട്ടായി വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഊരക്കണ തിരക്കാണ്ടത്. ചെറിയ അമ്മോനാണ്ടത് ഊരച്ചു കൊടുക്കണത് ഇവർക്ക് എല്ലാവർക്കും. പുളിയോ നോക്കട്ടെ, രസം നോക്കട്ടെ ഇവിടെ ഒക്കെ. അങ്ങനെ ഉമ്മയും അമ്മായിയും പാടെ കൂടിയിട്ടേ ബിരിയാണിയൊക്കെ ദമ്മിട്ടു കേട്ടോ. ഞങ്ങൾ പോരിന് അന്നാണ് കേട്ടോ ഈ ഒരു ബിരിയാണി വെക്കണത്. ഞങ്ങൾ വ്യാഴാഴ്ച പോയിട്ട് ശനിയാഴ്ച വൈകുന്നേരത്ത് പോന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെള്ളിയാഴ്ച ഞങ്ങൾ ഫുള്ള് നിലമ്പൂരായിരുന്നു കേട്ടോ. സെറ്റ് എന്ത് വേണ്ടാന്ന്? ഇറച്ചിയോ ചോറോ അങ്ങോട്ട് വെച്ചോളാം. അരുകൊക്കെ ശനിയാഴ്ച വൈകുന്നേരത്തെ അനിയത്തിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാൻ. അങ്ങനെ പോകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റിയിട്ടേ എല്ലാവരും പാടെ കൂടിയിട്ടേ ചർച്ച ചെയ്യാൻ കേട്ടോ. ഇനി അടുത്ത വരവിന് എങ്ങോട്ടാ ടൂർ പോകാന്നുള്ളൊരു ചർച്ചയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നടക്കണത്. അങ്ങനെ പിന്നെ രാത്രിക്കത്തെ ഫുഡും കഴിച്ചിട്ടേ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ പോന്നപ്പോഴേക്കിനും 9 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. തിരിച്ചു പോരുന്നത് വണ്ടിയിലാന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ അമ്മ തൊടുവ് കൂടി നിന്നിട്ടേ ഇല്ല ചക്കയും കുമ്പളങ്ങയും തേങ്ങയും എല്ലാം പെറുക്കി ഉണ്ടാക്കി കൊണ്ടോ പോരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അധികം ലഗേജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് പോന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടുവരാൻ. പെയിന്റൊക്കെ വീട് അങ്ങനെ എടുക്കാം. ചാറ്റടിക്കണം. ഈ ബാക്ക് എടുക്കട്ടെ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം എല്ലാവരും വാളെ കൂടി അളിച്ചു പൊളിച്ച് നിന്നപ്പോഴേ പോന്നപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം. തിരിച്ചു പോന്നപ്പോൾ അങ്ങാടി പുറത്തെത്തിയപ്പോഴേ പുടുത്ത മുട്ട ബ്ലോക്ക് കേട്ടോ. ബ്ലോക്കിൽ പെട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ മാളിക്കുന്നിക്ക് ആക്കി തന്നിട്ട് അനിയെത്തിയിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് പിന്നെ മാളിക്കുന്നിൽ നിന്നിട്ടില്ല കേട്ടോ.
ഞങ്ങൾക്ക് പിന്നെ ഞായറാഴ്ചയും കൂടി മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച രാത്രി വന്നിട്ട് മാളിക്കുന്നിലാണ് നിന്നത് കേട്ടോ. പിന്നെ ഞായറാഴ്ച തന്നെ അവിടുന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ 2-3 ദിവസം നിന്ന വീഡിയോ ആണിട്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.